തും മേരെ കോൻ ഹോ കനു എന്ന് പറയുന്നതിൻ്റെ കഴിഞ്ഞ ദിവസം പഠിച്ചതിൻ്റെ ബാക്കി ഭാഗം. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് രാധ കണ്ണനെ തൻ്റെ ആരാണെന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. കണ്ണൻ തൻ്റെ ആരാണ്? സുഹൃത്താണോ, സഹോദരനാണോ, ബന്ധുവാണോ, അല്ലെങ്കിൽ എൻ്റെ ലക്ഷ്യമാണോ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞാണോ? അങ്ങനെ പല പല സംശയങ്ങളിലൂടെ രാധ കടന്നു പോവുകയാണ്. ഓരോരോ ഇൻസിഡൻസ് ആയിട്ട് മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ രാധയ്ക്ക് കണ്ണൻ അതാണെന്നൊക്കെ തോന്നുകയാണ്, ഓരോന്നായിട്ടും തോന്നുകയാണ്. അപ്പോൾ മറ്റുള്ളവരുടെ പരിഹാസമൊന്നും രാധയ്ക്കൊരു വിഷയമേ അല്ല. അപ്പോൾ അടുത്ത വരികളിലേക്ക് പോവാം. लेकिन जब तुम्ही ने बंधु तेज से प्रदीप्त होकर इंद्र को ललकारा है, काली की घोज में विशैली यमुना को मत डाला है, तो मुझे अकस्मात लगा है कि मेरे अंग अंग से ज्योति फूटी पड़ रही है. तुम्हारी शक्ति तो मैं ही हूँ, तुम्हारा संबल, तुम्हारी योगमाया इस निखिल पारावार में ही परिव्याप्त हूँ. विराट, सीमाहीन, अदम्य, दुर्दांत. അപ്പോൾ രാധയ്ക്ക് തൻ്റെ കുഞ്ഞായി തോന്നിയ, അല്ലെങ്കിൽ ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട, ഞാൻ കെയർ ചെയ്യേണ്ട ഒരു കൊച്ചു കുഞ്ഞാണ് കണ്ണൻ എന്ന് തോന്നിയ ഒരു നിമിഷം. ആ നിമിഷത്തിൽ നിന്ന് പിന്നീട് രാധയ്ക്ക് തോന്നുന്നതാണ്, ജബ് തുമീനെ ബന്ധു തേജ് സെ പ്രദീപ്ത് ഹോക്കർ ഇന്ദ്ര കോ ലൽക്കാരാ ഹെ. ഇതേ കണ്ണനാണ്, അതായത് മഴ പെയ്തപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിനെ എങ്ങനെയാണോ സംരക്ഷിക്കുന്നത് അതുപോലെ രാധ സംരക്ഷിച്ച അതേ കണ്ണനെ കുറിച്ചിട്ട് രാധ ഓർക്കുകയാണ്. ഇതേ കണ്ണനാണല്ലോ ഇന്ദ്രനോട് ഏറ്റുമുട്ടിയത്. ഇന്ദ്രൻ്റെ കോപത്താൽ വൃന്ദാവനത്തിൽ മുഴുവൻ പ്രളയം വന്ന സമയത്ത്, അതായത് ആ പ്രളയത്തെക്കുറിച്ച് പറയുന്നത് 7 പകലും 7 രാത്രിയും നിർത്താതെ ഉണ്ടായി എന്നാണ്. ആ പ്രളയത്തിലാണ് തൻ്റെ ഒരു കുഞ്ഞു വിരലുകൊണ്ട് ആ ഗോവർദ്ധന പർവ്വതം ഉയർത്തി അവിടെയുള്ള സകല നാട്ടുകാരെയും കണ്ണൻ അതിൻ്റെ താഴെ സംരക്ഷിച്ചത്, അവർക്ക് ആശ്രയമൊരുക്കിയത്. അപ്പോൾ ആ തേജസെ പ്രദീപ്ത് ഹോക്കർ ഇന്ദ്ര കോ ലൽക്കാർനെ വാല കൃഷ്ണ, ഇന്ദ്രനെ ലൽക്കാർനെ വാല, ഇന്ദ്രനെ വെല്ലുവിളിച്ച അതേ കണ്ണൻ തേജസെ പ്രദീപ്ത് ഹോക്കർ, തേജ് എന്ന് പറഞ്ഞാൽ അപ്നി സർവശക്തിയൊക്കെ സാത്ത് അല്ലേ, പൂരി ശക്തിയിലേക്കർ. അപ്പോൾ തൻ്റെ മുഴുവൻ ശക്തിയും സംഭരിച്ച് ഉസ്കി ദീപ്തിമേം, അതിൻ്റെ പ്രകാശത്തിൽ ഒരു ജനതയെ മുഴുവൻ സംരക്ഷിച്ച, അല്ലെങ്കിൽ ഇന്ദ്രനെ വെല്ലുവിളിച്ച അതേ കണ്ണൻ കാളിക്ക് ഖോജുമേം വിഷൈലി യമുനാക്കോ മധുഡാലാ ഹെ. കണ്ണനെ കുറിച്ച് നമുക്കറിയുന്ന മറ്റൊരു കഥയാണ് യമുനയെ വിഷലിപ്തമാക്കുന്ന കാളിയൻ എന്ന നാഗം. അപ്പോൾ അത് മറ്റുള്ള ജീവികളെയൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിരുന്ന, ആ ഒരു ആവാസ വ്യവസ്ഥയെ തന്നെ തകിടം മറിച്ചിരുന്ന കാളിയൻ. ആ കാളിയ മർദ്ദനത്തിൻ്റെ കഥ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത്രയും ശക്തിമാനായ ആ ഒരു നാഗത്തെ, കാളിയ നാഗത്തെ, ഉസ്കി ഖോജുമേം, അതിനെ അന്വേഷിച്ചുകൊണ്ട് വിഷൈലി യമുനാക്കോ, യമുനയുടെ ജലത്തെ വിഷലിപ്തമാക്കിയത് കാളിയനാണ്. അപ്പോൾ ആ യമുനയുടെ വിഷലിപ്തമായ ജലത്തിൽ വെച്ച് കാളിയനെ മധ് ഡാലാ ഹെ, കാളിയനെ കൊന്നുകളഞ്ഞ, കാളിയെ മർദ്ദനം ചെയ്ത ആ കണ്ണൻ. അപ്പോൾ അത്രയും ശക്തിശാലിയായ ആ കണ്ണൻ, അങ്ങനെയുള്ള കണ്ണനെയാണ് ഒരു കുഞ്ഞിനെ പരിലാളിക്കുന്നത് പോലെ ഞാൻ സംരക്ഷിക്കുന്നതെന്ന് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു. തോ മുझे അകസ്മാത് ലഗാ ഹെ, ആകസ്മികമായി അല്ലെങ്കിൽ അടുത്ത മൊമെൻറ്റിൽ തന്നെ മുझे ലഗാ, എനിക്ക് തോന്നി, कि मेरे अंग अंग से ज्योति फूटी पड़ रही है, तुम्हारी शक्ति तो मैं ही हूँ. കണ്ണനെ കുറിച്ചുള്ള രാധയുടെ അടുത്ത ഫൈൻഡിങ് ഇതാണ്, കണ്ണൻ്റെ ആ ശക്തിയെല്ലാം ഞാൻ തന്നെയാണ്. കണ്ണന് ആ സമയത്തൊക്കെ ലഭിക്കുന്ന, അതായത് ഇന്ദ്രനെ വെല്ലുവിളിക്കാൻ, കാളിയെ മർദ്ദനം ചെയ്യാൻ ഒക്കെ കണ്ണന് ലഭിച്ച ആ ശക്തി മറ്റൊന്നുമല്ല, അത് ഞാൻ തന്നെയാണ്. അതായത് രാധയുടെ തന്നെ ശക്തി. അപ്പോൾ പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള ഒരു യോഗം, പുരുഷൻ്റെയും പ്രകൃതിയും. അപ്പോൾ കണ്ണൻ പുരുഷനും രാധ പ്രകൃതിയുമാണ്. അപ്പോൾ ഇന്ത്യൻ മിത്തോളജി അനുസരിച്ച് രാധയുടെയും കൃഷ്ണൻ്റെയും ആ സമ്മിലൻസെ, അല്ലെങ്കിൽ അവരുടെ ഒരു യോഗസെ ഹി പൂർണ്ണ ശക്തി ഹോത്തി ഹെ, ശക്തി കാ ഉദയ ഹോത്തി ഹെ. രാധാകൃഷ്ണൻ്റെ സംഗമം കൊണ്ടാണ്, അല്ലെങ്കിൽ ആ പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള ആ യോഗം കൊണ്ടാണ് യോഗമായ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ വൈഷ്ണവ സമ്പ്രദായത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, രാധയെയാണ് കൃഷ്ണൻ്റെ ശക്തിയുടെ സ്വരൂപമായി, ഭഗവാൻ കൃഷ്ണൻ്റെ ശക്തിയുടെ സ്വരൂപമായിട്ട് വൈഷ്ണവ സമ്പ്രദായത്തിൽ പറയുന്നത് രാധയാണ്. അവിടെ കണ്ണനേക്കാൾ മഹത്വം കൊടുത്തിരിക്കുന്നത് രാധയാണ്. കണ്ണൻ്റെ ശക്തി എന്ന് പറയുന്നത് തന്നെ രാധയാണെന്നാണ്, അല്ലെങ്കിൽ രാധയുടെ ശക്തിയുടെ ബലത്തിലാണ് കണ്ണൻ എല്ലാം ചെയ്യുന്നതെന്നാണ് വൈഷ്ണവ സമ്പ്രദായത്തിൽ പറയുന്നത്. അതായത്
കണ്ണൻ്റെ ശക്തി രാധയാണ്. അപ്പോൾ അങ്ങനെ സ്ത്രീ രൂപത്തിൽ രാധ എന്ന ആ സ്ത്രീ രൂപത്തിലാണ് ഈശ്വരൻ്റെ ലീലകൾ സംഭവിക്കുന്നത്. അതായത് രാധയുടെ ശക്തിയുടെ ബലത്തിലാണ് പ്രഭുവിൻ്റെ അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണൻ്റെ ലീലകളെല്ലാം സംഭവിക്കുന്നത് എന്നാണ് വൈഷ്ണവ സമ്പ്രദായം പറയുന്നത്. അതായത് രാധ ഹി പൂർണ്ണ ശക്തി ഹെ, രാധയാണ് സമ്പൂർണയായ ശക്തി. ദോനോം ഏക് ഹി സ്വരൂപ് ഹെ, രാധയുടെ ശക്തി പകർന്നെടുത്താണ് കണ്ണൻ ലീലകളെല്ലാം ചെയ്തിട്ടുള്ളത് എന്നാണ് വൈഷ്ണവ സമ്പ്രദായത്തിലുള്ള വിശ്വാസം. അപ്പോൾ അവിടെ കണ്ണനേക്കാൾ മഹത്വം കൊടുത്ത് രാധയെയാണ് അവർ ഉപാസിച്ചിട്ടുള്ളത്. വൈഷ്ണവ സമ്പ്രദായത്തിൽ രാധയെയാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. രാധേശ്യാം എന്നാണ് പറയുന്നത്, രാധേശ്യാം. അപ്പോൾ രാധാകൃഷ്ണ, രാധേശ്യാം എന്നൊക്കെയുള്ള ആ ഒരു ഓരോ പറച്ചിലുകളിലും ഉള്ളത് എന്താണെന്ന് വെച്ചാൽ ആ സമ്പൂർണ്ണമായ ശക്തി എന്ന് പറയുന്നത് സ്ത്രീയാണ്. പുരുഷനും സ്ത്രീയും തമ്മിലുള്ള ആ യോഗം, പുരുഷനും പ്രകൃതിയും തമ്മിലുള്ള യോഗം, പ്രകൃതി ഹി മായാ ഹെ, പ്രകൃതി തന്നെയാണ്, രാധ തന്നെയാണ് ആ ശക്തി. കണ്ണൻ്റെ ശക്തി എന്ന് പറയുന്നത് രാധയാണെന്നുള്ള ആ ഒരു സങ്കല്പത്തെക്കുറിച്ചാണ് അടുത്ത വരികളിൽ പറയുന്നത്. അതായത് ഇത്രയും ശക്തിശാലിയായ കണ്ണൻ എന്ന് രാധ കണ്ണനെക്കുറിച്ച് പറഞ്ഞിട്ട്, കാളിയെ മർദ്ദനം ചെയ്ത, ഇന്ദ്രനെ തോൽപ്പിച്ച ആ കണ്ണനെക്കുറിച്ച് പറഞ്ഞ ശേഷം രാധ പറയാണ്, ആ ശക്തി വാസ്തവത്തിൽ ഞാൻ തന്നെയല്ലേ, കണ്ണൻ ആ സമയത്ത് ശക്തി പകർന്നു കൊടുത്തതൊക്കെ ഞാൻ തന്നെയല്ലേ. അകസ്മാത് മേരെ അങ്ക് സേ ജ്യോതി ഫൂട്ട് പട് രഹി ഹെ, ആ ഓരോ വേളകളിലും എൻ്റെ ശരീരത്തിൽ നിന്ന് ആകസ്മികമായി ജ്യോതി ഫൂട്ട് പട്ടി ഹെ, ഉണ്ടാകുന്ന ആ ഒരു ജ്യോതി, അല്ലെങ്കിൽ ആ ഒരു സമയത്ത് എനിക്കുണ്ടാകുന്ന ആ ഒരു ശക്തി, അല്ലെങ്കിൽ ആ ഒരു ജ്യോതിസ്ഫുലിംഗങ്ങൾ, അതൊക്കെയാണ് മേഹി തുമാരി ശക്തി ഹും, ഞാൻ തന്നെയാണ് നിൻ്റെ ശക്തി. തുമാരാ സമ്പൽ, നിൻ്റെ ഈ ബലം, നിൻ്റെ കരുത്ത്. തുമാരി യോഗമായ, ആ യോഗമായ എന്ന് പറയുന്നതാണ് നേരത്തെ പറഞ്ഞത്. അതായത് രാധാകൃഷ്ണക്കെ योग की माया से ही पूर्ण शक्ति होती है, अതാണ് യോഗമായ. राधा और कृष्ण दोनों के योग से ही पूर्ण शक्ति होती है. पुरुष प्रकृति का योग ही योग माया है, वही हमारी इंडियन मिथोളജി है. അപ്പോൾ അതാണ് പറയുന്നത്, മേഹി തുമാരാ സമ്പൽ ഹെ, നിൻ്റെ ശക്തി ഞാനാണ്. തുമാരി योग माया में ही हूँ. इस निखिल पारावार में ही परिव्याप्त हूँ. നിഖിൽ മാനെ സമ്പൂർണ്ണ, സമസ്ത്, സാര എന്നൊക്കെയാണ് നിഖിൽ. അഖിൽ എന്ന് പറയും, സമ്പൂർണമായ. അപ്പോൾ ഇസ് നിഖിൽ പാരാവാരുമേ, പാരാവാരുമാനെ സമുദ്ര ഹെ, പാരാവാരുമേ ഇസ് നിഖിൽ പാരാവാരുമേ ഹി പരിവ്യാപ്ത ഹൂം. ഈ സമ്പൂർണമായ ലോകത്ത്, ഈ സമ്പൂർണമായ ലോകത്തിൽ, അല്ലെങ്കിൽ സമുദ്രം പോലെ വ്യാപിച്ചു കിടക്കുന്ന ഈ സമ്പൂർണമായ പ്രപഞ്ചത്തിൽ മേഹി പരിവ്യാപ്തവും, ഞാൻ തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത്, എൻ്റെ ശക്തി തന്നെയാണ് വ്യാപിച്ചിരിക്കുന്നത്. ആ ശക്തി ആവാഹിച്ചാണ് കണ്ണൻ ഓരോ ലീലകളും ആടിയിട്ടുള്ളത്. മേ വിരാട് സീമാഹീൻ അദമ്യ ദുർദാന്ത ശക്തി ഹൂം. അപ്പോൾ തൻ്റെ ആ ശക്തിയെക്കുറിച്ച് തന്നെയാണ് രാധ അവിടെ പറയുന്നത്. ആ ശക്തി എങ്ങനെയുള്ളതാണ്? ഉസ്കി കൊയ് ഓ വിരാട് ഹെ, വിരാട് ഹെ, വിരാട് മാനെ അത്യന്ത വിശാൽ ഹെ എന്നാണ്, വളരെ വിശാലമായതാണ്. സീമാഹീൻ ഹെ, उसकी कोई सीमा नहीं होती, അതിരുകളില്ലാത്തതാണത്. और वो अदम्य है, अदम्य माने उसकी कोई उसका नियंत्रण कोई नहीं कर सकता, वो बेकाबू है, ആർക്കും നിയന്ത്രിക്കാനാകാത്ത ആ ഒരു ശക്തിയാണ്. ദുർദാന്ത് ഹെ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവർക്ക് പ്രാപ്യമല്ലാത്തത്, അപ്രാപ്യ ഹെ, മറ്റുള്ളവർക്ക് എത്തിപ്പെടാൻ പറ്റാത്തത്ര, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നിയന്ത്രിക്കാനാകാത്തത്ര അത്രയും. സീമാഹീന്, അതിരില്ലാത്ത. വിരാട്, വിരാടമായത്, അല്ലെങ്കിൽ വളരെ വിശാലമായത്. അങ്ങനെയുള്ള ഒരു ശക്തിയാണ് ഞാൻ. और मैं इस निखिल पारावार में ही परिव्याप्त हूँ, मैं संपूर्ण प्रपंच में परिव्याप्त हूँ, मेरी शक्ति संपूर्ण प्रपंच में व्याप्त है. അപ്പോൾ അതിനെക്കുറിച്ചാണ് അവിടെ രാധ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എൻ്റെ ശക്തി, രാധയുടെ ശക്തിയെക്കുറിച്ച് രാധ തന്നെ പറയുന്നത് ഇങ്ങനെയാണ്. എന്താണ്? വിരാട് ഹെ, സീമാഹീൻ ഹെ, അദമ്യ ഹെ, ദുർദാന്ത് ഹെ, और इस निखिल पारावार में परिव्याप्त है. അങ്ങനെയുള്ള ആ ശക്തി, അത് തന്നെയാണ് തുമാരാ സമ്പൽ, വഹി തുമാരി യോഗമായ ഹെ എന്നാണ് രാധ പറയുന്നത്. അപ്പോൾ അതിൻ്റെ തുടക്കം ഇങ്ങനെയായിരുന്നു. അതായത് ഭഗവാൻ കൃഷ്ണ ജബ് गुस्से में आकर इंद्र को ललकार देता है और जो काली यमुना के जल को विषैला बन देता है, उसका मंथन करता है. तो उस कृष्ण की शक्ति जो है, और उसके बारे में राधा कह रही है कि उसकी शक्ति मैं ही हूँ,
जब कृष्ण इन सारी लीलाएं करते हैं तो उसके लिए जो कृष्ण को जो शक्ति प्राप्त होती है वो मुझसे ही है, मुझसे एक ज्योति फूट पड़ती है और मैं ही तुम्हारी शक्ति हूँ, तुम्हारा संबल में ही हूँ, तुम्हारी योगमाया में ही हूँ और मेरी यह जो शक्ति है वो संपूर्ण प्रपंच में परिव्याप्त है और यह शक्ति विराट है, सीमाहीन है, अदम्य है, दुर्दांत है, यानी संपूर्ण दुनिया में व्याप्त है, अत्यंत विशाल है, बेकाबू है, किसी को इसका नियंत्रण नहीं कर सकता। तो ऐसी शक्ति है मेरी और इसी शक्ति के सहारे ही कृष्ण ये सारी ലീലായെ कर रहे हैं. അപ്പോൾ ഇവിടെ രാധ കണ്ടെത്തുന്നത് കൃഷ്ണൻ തൻ്റെ ആരാണെന്നാണ് കണ്ടെത്തുന്നത്. കൃഷ്ണൻ എന്ന് പറയുന്നത് എൻ്റെ തന്നെ വിരാടമായ, സീമാഹീനായ, അദമ്യ, ദുർദാന്ത്, പാരാവാർ, സമുദ്രം പോലെ വ്യാപിച്ചു കിടക്കുന്ന എൻ്റെ ശക്തിയെ ആവാഹിച്ച് ലീലകൾ ചെയ്യുന്ന മഹാപ്രഭുവാണ് കണ്ണൻ എന്നാണ് അവിടെ രാധ കണ്ണനെ കണ്ടെത്തുന്നത്. അടുത്ത വരികൾ. കിന്തു दूसरे ही क्षण जब तुमने वेतस लता कुंज में गहराती हुई गोधूली वेला में आम के एक बोर को चूर चूर कर धीमे से अपनी एक चुटकी में भरकर मेरे सीमांत पर बिखेर दिया तो मैं हतप्रभ रह गई. मुझे लगा इस निखिल पारावार में शक्ति सी, ज्योति सी, गति सी फैली हुई मैं अकस्मात सिमट आई हूँ, सीमा में बंध गई हूँ. ऐसा क्यों चाहा तुमने कान. അപ്പോൾ കണ്ണൻ്റെ ശക്തി തന്നെ ഞാനാണ്, കണ്ണനേക്കാൾ അല്ലെ പ്രഭാവമുള്ളവൾ താനാണ് എന്ന് വിചാരിക്കുന്ന ആ ഒരു നിമിഷത്തിൽ നിന്ന് പെട്ടെന്ന് സ്കിപ്പ് ചെയ്ത് രാധ അടുത്ത മറ്റൊരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുകയാണ്. അതായത് കണ്ണനേക്കാൾ ശക്തിയുള്ളവൾ അല്ലെങ്കിൽ കണ്ണനെ കൊണ്ട് ലീലകൾ ചെയ്യിക്കുന്നവൾ എന്നുള്ള ആ നിലയിൽ നിന്ന് അടുത്ത ക്ഷണം രാധ എവിടേക്കാണ് എത്തുന്നത്? ദൂസരേ ഹി ക്ഷണ്, അടുത്ത നിമിഷം തന്നെ. जब तुमने वेतस लता कुंज में गहराती हुई गोधूली वेला में आम के एक बोर को चूर चूर कर धीमे से अपनी एक चुटकी में भरकर मेरे सीमंत पर बिखेर दिया. എത്ര പെട്ടെന്നാണ് നീ എന്നെ ഹതപ്രഭയാക്കിയത്. ഇത്രയും ശക്തിശാലിയായി ഈ ലോകം മുഴുവൻ, പ്രപഞ്ചം മുഴുവൻ പരന്നു കിടക്കുന്ന ശക്തിയായി വ്യാപിച്ചു നിന്ന നിന്നെ ഒരു നുള്ള് മാമ്പൂക്കൾ കൊണ്ട്, നിമിഷ നേരം കൊണ്ട് എൻ്റെ ആ ശക്തിയൊക്കെ ഇല്ലാതാക്കി പെട്ടെന്ന് നിന്റെ നവവധുവാക്കി, ലജ്ജാശീലയാക്കി, നമ്രമുഖിയാക്കി ഒരു നിമിഷം കൊണ്ട് നീ മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഞാൻ അത്രയും ശക്തിശാലിയാണ് എന്ന് ഞാൻ വിചാരിച്ചു. अब तक अपने आप को पूरी जगत की शक्ति मानती थी രാധ. ഈ സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും ശക്തിയാണ് ഞാനെന്ന് വിചാരിച്ചിരുന്ന രാധ പെട്ടെന്നാണ് സീമാബദ്ധ ഹോ ഗയി ഹെ, പെട്ടെന്ന് ഒരു അതിരിൽ വരച്ചിട്ട പോലെ തോന്നി രാധയ്ക്ക്. കണ്ണൻ ചാർത്തിക്കൊടുത്ത ആ മാമ്പൂക്കളിലൂടെ, സീമന്തരേഖയിൽ ചാർത്തിക്കൊടുത്ത ആ മാമ്പൂക്കൾ കൊണ്ട് കണ്ണൻ വരച്ച ആ ഒരു രേഖയിൽ താൻ ഉടക്കിപ്പോയി എന്ന് രാധയ്ക്കൊരു നിമിഷം തോന്നുന്നു. അകസ്മാത് വോ ലജ്ജാശീൽ ഹോ ജാത്തി ഹെ, പെട്ടെന്ന് ലജ്ജാവതിയായി പോകുന്നു, കണ്ണൻ്റെ മുന്നിൽ ചൂളിപ്പോകുന്നു. ശക്തിഹീൻ ഹോ ജാത്തി ഹെ, സ്ത്രീ സഹജമായ ഒരു ലജ്ജ അവളിലേക്ക് വരികയും ശക്തി നഷ്ടപ്പെട്ട് ശക്തിയൊക്കെ ചോർന്നവളായി കണ്ണൻ്റെ മുന്നിൽ നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥ. और उसके सीमंत पर आम के बोर से कृष्ण ने जो आम का जो बोर बिखेर दिया था उससे राधा हतप्रभ हो जाती है. നിമിഷ നേരം കൊണ്ട് അവൾ ശക്തിയില്ലാത്തവളായി മാറുന്നു. അപ്പോൾ ആ ഒരു കാഴ്ചയിലേക്കാണ് രാധ നമ്മളെ കൊണ്ടുപോകുന്നത്. അതായത് അടുത്ത നിമിഷം തന്നെ, ഞാൻ ഇത്ര ശക്തിശാലിയാണെന്ന് വിചാരിച്ച അടുത്ത നിമിഷം തന്നെ എനിക്ക് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വരുന്നത് എന്താണ്? തുമ്നെ വേദസ്ലതാ കുഞ്ചുമേം. അപ്പോൾ ആ എന്താ പറയുക, ഔഷധ സസ്യങ്ങളൊക്കെ നിറഞ്ഞ ആ ഒരു കൊച്ചു കാട്ടിൽ ഗഹ്റാത്തി ഹുയി ഗോധൂലി വേലാമേം, സായാഹ്ന സൂര്യൻ അതിൻ്റെ നേർത്ത രശ്മികൾ വിതറുന്ന ആ ഒരു സായാഹ്ന വേള, ഗോധൂലി വേല എന്ന് പറയുന്നതാണ്. ആ സായാഹ്ന വേളയിൽ ആ സമയത്ത് ആം കെ ഏക്ക് ബോരുകോ, ഒരു മാമ്പൂവ് ചൂര് ചൂരുക്കർ പൊടിച്ചുകൊണ്ട്, ധീമേസെ അപ്നി ഏക്ക് ചുട്കീമേ ഭർക്കർ, ഏക്ക് ചുട്കീമേ ഒരു ഞൊടി എൻ്റെ നെറുകയിൽ ചാർത്തിക്കൊണ്ട്, ധീമേസെ പതിയെ ആ മാമ്പൂക്കൾ നീ കയ്യിലിട്ട് കശക്കി അതിനെ ഒരു ഞൊടിയിൽ എൻ്റെ നെറുകയിൽ ചാർത്തിക്കൊണ്ട്, മേരെ സീമന്ത് പർ ബിഖേർദിയ, എൻ്റെ സീമന്ത രേഖയിൽ നീ അതിനെ ബിഖേർദിയ, വ്യാപിപ്പിച്ചു അല്ലെങ്കിൽ ചാർത്തി തന്നു. ആ സമയത്ത് തൊമേ ഹതപ്രഭ രഹഗൈ, ഇത്രയും ശക്തിശാലി എന്ന് വിചാരിച്ചിരുന്ന ഞാൻ ഒരു നിമിഷം കൊണ്ട് ഹതപ്രഭയായി പോയി, അല്ലെങ്കിൽ ലജ്ജാശീലു ഹോഗയി, എൻ്റെ ശക്തിയൊക്കെ ചോർന്നു പോയി. മുझे लगा, ആ സമയത്ത് എനിക്ക് തോന്നി, ഇസ് നിഖില പാരാവാരുമേ, ഈ സമ്പൂർണമായ കടല് പോലുള്ള അത്രയും വിശാലമായ ഈ പ്രപഞ്ചത്തിൽ
ശക്തി സി ജ്യോതി സി ഗതി സി ഫൈലി ഹുയി മേ. അപ്പോൾ ഈ പ്രപഞ്ചം, സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും ശക്തിയായി, ജ്യോതിയായി, ഗതിയായി, ഗതി എന്ന് പറയുന്നത് വേഗമാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ വേഗം നിയന്ത്രിക്കുന്നവളായ, പ്രകാശത്തെ നിയന്ത്രിക്കുന്നവളായ, ശക്തിയെ നിയന്ത്രിക്കുന്നവളായ ഞാൻ അകസ്മാത്ത് സിമട്ടായി ഹും. എത്ര പെട്ടെന്നാണ് ഞാൻ ചുരുങ്ങിപ്പോയത്. സിമട്ടിന് എന്താണ്, ചൂളിപ്പോവുക. പെട്ടെന്ന് ഞാൻ എത്ര പെട്ടെന്നാണ് ആ ഒറ്റ സിന്ദൂര രേഖ കൊണ്ട് ചുരുങ്ങിപ്പോയത്. കണ്ണൻ്റെ മുന്നിൽ ലജ്ജാവതിയായി നിൽക്കുന്നത് ഈ ലോകത്തിൻ്റെ മുഴുവൻ ശക്തി എന്ന് വിചാരിച്ച ഞാനാണ്. ശക്തിയൊക്കെ ചോർന്ന് തല കുമ്പിട്ട് വ്രീളാവതിയായി ലജ്ജിച്ച് നാണിച്ച് നിൽക്കുന്നത് ഞാനാണ്. സമ്പൂർണ്ണ പ്രപഞ്ചത്തിൻ്റെയും ശക്തി എന്ന് വിചാരിച്ച അതേ ഞാനാണ് ഇത്രയും നാണിച്ച് നിൽക്കുന്നത്. അകസ്മാത്ത് സിമട്ടായി ഹൂം. ഞാൻ എത്ര പെട്ടെന്നാണ് എന്നിലേക്ക് ഒതുങ്ങിപ്പോയത്, ചുരുങ്ങിപ്പോയത്. സീമാമേം ബന്ദ് ഗയി ഹൂം. നീ വരച്ച ആ ഒരു സീമയിൽ ഞാൻ ബന്ദ് ഗയി ഹൂം, ബന്ധിക്കപ്പെട്ടു. നീ എൻ്റെ നെറുകയിൽ ചാർത്തിയ, എൻ്റെ സീമന്തരേഖയിൽ നീ ചാർത്തിയ ആ മാമ്പൂക്കൾ കൊണ്ട് ഞാൻ എത്ര പെട്ടെന്നാണ് സീമിത് ഹോ ഗയി, ചുരുങ്ങിപ്പോയത്. എസാ ക്യോം ചാഹാ തുമ്നെ കാന്. നീ എന്തിനാണ് കണ്ണ അങ്ങനെ ആഗ്രഹിച്ചത്? കാൻഹ് തുമ്നെ ഏസാ ക്യോം ചാഹാ. എന്നെ അങ്ങനെ ചുരുക്കാൻ നീ എന്തിനാണ് കൃഷ്ണ ആഗ്രഹിച്ചത്? അപ്പോൾ ഈ സമ്പൂർണ്ണ പ്രപഞ്ചിക്ക് ശക്തി ഹൂമേ, സമ്പൂർണ്ണ ദുനിയാക്കി ശക്തി ഹൂമേ എന്ന് വിചാരിച്ചിരുന്ന രാധ, ആ രാധ എത്ര പെട്ടെന്നാണ് वो अपने आप को पूरी जगत की शक्ति मानती थी, अब वो सीमाबद्ध हो गई है. अचानक उसे कृष्ण द्वारा उसके माथे पर जो आम के बोर बिखेर दिया गया था, तो उससे वो हतप्रभ हो जाती है. अकस्मात वह लज्जाशील हो जाती है, शक्ति विहीन हो जाती है. तो इसके बारे में राधा कह रही है. അപ്പോൾ പെട്ടെന്ന് അത്രയും ശക്തിശാലിയാണ്, കണ്ണന് ശക്തി പകരുന്നവൾ എന്ന ഒരു ടൈറ്റിലിൽ നിന്ന് ഇറങ്ങി എത്ര പെട്ടെന്നാണ് മേം സീമാമേം ബന്ദ് ഗയി ഹൂം. കണ്ണൻ്റെ ഒരു അടിമയെ പോലെ, കണ്ണൻ വരച്ച സീമ എന്ന് പറഞ്ഞ ഒരു അതിരാണ്. കണ്ണൻ വരച്ച ആ അതിരിൽ ചൂളി നിൽക്കുന്നവളായി പോയത്. ലജ്ജാശീലു ഹോ ഗയി. എത്ര പെട്ടെന്നാണ് ഞാൻ ലജ്ജാവതിയായി മാറിയത്. അപ്പോൾ ശക്തി വിഹീൻ ഹോ ഗയി. അപ്പോൾ ശക്തി ശീലധി അബ് ശക്തി വിഹീൻ ഹോ ഗയി ഹെ. അപ്പോൾ കണ്ണന് ശക്തി പകരുന്നവളായിരുന്നു രാധയെങ്കിൽ ഇപ്പോൾ കണ്ണൻ ചാർത്തി കൊടുത്ത ആ മാമ്പൂക്കൾ കൊണ്ട് ലജ്ജാവതിയായി തലകുമ്പിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് രാധ. അപ്പോൾ അവിടെ അതാണ് പറയുന്നത്, മേ സീമാമേ ബന്ദ് ഗയി. എന്നെ ഒരു സീമയിൽ, ഒരു അതിരിൽ നീ തളച്ചിട്ടു എന്നാണ്. സീമാമേ ബന്ധന എന്ന് പറയുന്നത്. ഒരു അതിരിൽ നീ എന്നെ തളച്ചിട്ടു. ക്യോം കിയാ കൃഷ്ണ തുനേസ. എന്തിനാണ് കണ്ണാ നീ എങ്ങനെ ചെയ്തത്, എന്നെ ഇങ്ങനെ തളച്ചിട്ടത് എന്തിനാണ് എന്ന് രാധ ചോദിക്കുന്നു. पर जब मुझे चेत हुआ तो मैंने पाया कि हाय सीमा कैसी. मैं तो वो हूँ जिसे दिग्वधु कहते हैं. कालवधु समय और दिशाओं की सीमाहीन पगडंडियों पर अनंत काल से अनंत दिशाओं में तुम्हारे साथ साथ चलती आ रही हूँ, चलती चली जाऊंगी. इस यात्रा का आदि ना तो तुम्हें स्मरण है ना मुझे, और अंत तो इस यात्रा का है ही नहीं मेरे सहयात्री. അപ്പോൾ കണ്ണൻ വരച്ച ആ വരയിൽ, സീമന്തരേഖയിൽ ലജ്ജാവതിയായി നിൽക്കുന്ന രാധ അടുത്ത നിമിഷം പർജബ് മുझे ചേത് ഹുവ, ആ ചിന്തകളിൽ നിന്ന് ഞാൻ പെട്ടെന്ന് ഉണർന്നു. ചേത് ഹോന എന്ന് പറഞ്ഞാൽ ഹോഷ്മേ ആന, ജബമേ ഹോഷ്മേ ആകി, അല്ലെങ്കിൽ ഞാൻ ബോധതലത്തിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ചിന്തിച്ചു. അല്ലെങ്കിൽ മേരി സുധീക്കെ സാത്ത് മേ സോച്ചനെ ലഗി തും മേനെ പായ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഹായ് സീമ കേസി, ഇത് അതിരല്ലല്ലോ. യഹ് കേസി സീമാ ഹെ. കണ്ണൻ വരച്ചിട്ടതൊരു അതിരല്ല, എന്നെ ഒരു അതിരിൽ തളച്ചിട്ടതല്ല, ഇതൊരു ബോർഡർ ലൈൻ അല്ല. കണ്ണൻ എൻ്റെ നെറുകയിൽ ചാർത്തിയത് ഒരു ബോർഡർ ലൈൻ അല്ല, എന്നെ തളച്ചിട്ടതല്ല. ക്യോങ്കി മേ തോ വോ ഹൂം ജിസെ ദിഗ്വധു കഹത്തെ ഹേ, മേ കാലുവധു ഹൂം. ഞാൻ ഒരിക്കലും കണ്ണൻ്റെ അടിമയായിരിക്കുന്നവളല്ല, മറിച്ച് ഞാൻ ദിഗ്വധുവാണ്, കാലവധുവാണ്. അപ്പോൾ എന്താണ് രാധയെ ദിഗ്വധു എന്ന് വിളിക്കുന്നത്? ദിഗ്വധു എന്ന് വിളിക്കുന്നത് ക്യോങ്കി സഭി ജഗ വ്യാപ്ത ഹെ. അപ്പോൾ കണ്ണനും രാധയും തമ്മിലുള്ള ആ റിലേഷൻ എന്ന് പറയുന്നത് അവരുടെ എന്താ പറയുക, അവരുടെ യുഗങ്ങൾക്ക് അതീതമാണ്, മന്വന്തരങ്ങൾക്ക് അതീതമാണ്. അതായത് സമയമോ ദിശയോ കാലമോ അങ്ങനെയുള്ള ബന്ധനങ്ങളിലൊന്നും ബന്ധിച്ചു നിർത്താൻ കഴിയുന്നൊരു ബന്ധമല്ല കൃഷ്ണൻ്റെയും രാധയുടേത്. അത് വളരെ അദ്വിതീയമായൊരു റിലേഷനാണ്. അനന്തകാലമായി ആ റിലേഷൻ എന്ന് തുടങ്ങിയെന്നോ അല്ലെങ്കിൽ ഇത് എന്ന് അവസാനിക്കുമെന്നോ ആർക്കും പറയാൻ പറ്റാത്തൊരു ബന്ധമാണ്. അപ്പോൾ കണ്ണന് വേറെ ഭാര്യമാരൊക്കെ ഉണ്ടായി, പക്ഷേ അപ്പോഴും നമ്മൾ ഓർക്കുന്നത് എപ്പോഴും കണ്ണനെയും രാധയെയാണ്.
രുക്മിണിയൊന്നും നമ്മൾ പിന്നീടേ ഓർക്കുള്ളൂ. കണ്ണൻ്റെ ഭാര്യ എന്ന നിലയ്ക്ക് മറ്റാരെയും നമ്മൾ ഓർക്കുന്നില്ല. കണ്ണൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ ചേർത്ത്, അല്ലെങ്കിൽ അതിനേക്കാളും മുന്നേ നമ്മൾ ഓർക്കുന്നത് രാധയാണ്. രാധയും കണ്ണനും, കണ്ണനും രാധയും എന്നൊരു ചിന്ത മാത്രമാണ് നമ്മുടെ മനസ്സിൽ വരിക. രാധേശ്യാം, രാധാകൃഷ്ണ, അങ്ങനെ ഒരു സങ്കല്പമാണ്. അപ്പോൾ അങ്ങനെയുള്ള രണ്ടുപേർ അവിടെ എങ്ങനെയാണ് അതിര് വരുന്നത്? സീമ, അവിടെ ഒരു അതിരില്ല. കാരണം ഞങ്ങളുടെ റിലേഷൻ തുടങ്ങുന്നതെന്ന് പറയുന്നത് ആർക്കും അറിയില്ല അതെപ്പോൾ തുടങ്ങിയതാണെന്ന്. സമയമോ ദിശയോ അല്ലെങ്കിൽ കാലമോ അതിനൊന്നും ബന്ധിക്കാൻ കഴിയാത്ത അദ്വിതീയമായ ഒരു ബന്ധനമാണ് ഞങ്ങളുടേത്. ആർക്കും പൊട്ടിക്കാനാകാത്ത, ആർക്കും ചോദ്യം ചെയ്യാനാകാത്ത ഒരു വേറിട്ട റിലേഷനാണ് ഞങ്ങളുടേത്. അനന്തകാലമായി വ്യാപിച്ചു പോരുന്ന ഒന്നാണത്. അപ്പോൾ ആ റിലേഷൻ എന്ന് പറയുന്നത് മനസ്സേ ജുഡി ഹെ, മനസ്സുകൾ കൊണ്ട് അടുത്ത് പോയവരാണ് ഞങ്ങൾ. അങ്ങനെയുള്ള ആ ഒരു റിലേഷൻ. അപ്പോൾ അതിനെയാണ് അവിടെ ദിഗ്വധു, കാലുവധു എന്നൊക്കെ രാധ പറയുന്നത്. ഞാൻ കണ്ണൻ്റെ ദിഗ്വധുവാണ്. ദിഗ്വധു അല്ലെങ്കിൽ കാലുവധു എന്ന് പറയുന്നത് അതാണ്. കാലം വധുവാക്കിയവളാണ് ഞാൻ. കണ്ണൻ്റെ വധുവായിട്ട് കാലം കൽപ്പിച്ചവളാണ് ഞാൻ. ദിഗ് വധു ഓർ കാൽവധു എന്ന് പറയുന്നത് അതാണിത്. സമയ, ദിശ, കാല് ആദിക്കെ ബന്ധൻ സേ ഹമേ ബാന്ധ് നഹീ സക്തെ, അതാണ് അവിടെ പറയുന്നത്. അപ്പോൾ ദിഗ്വധു ഹേ, ഓരോ ദിഗന്ധങ്ങളിലും അല്ലെങ്കിൽ ആ ഒരു ദിശ, അതാണ് ഉദ്ദേശിക്കുന്നത്. ദിശ, ദിഗ് എന്ന് പറയുന്നത്. അപ്പോൾ സമസ്ത ദിശകളിലും അല്ലെങ്കിൽ സമ്പൂർണ്ണ കാലങ്ങളിലും ഞാൻ തന്നെയാണ് കണ്ണൻ്റെ വധു. ഉസ്കി സമയ ആർ ദിശാവുങ്കി സീമാഹീന് പകിടണ്ടിയാ ഹെ, സമയത്തിൻ്റെയോ ദിശയുടെയോ ഒക്കെ അതിരില്ലാത്ത വഴികളിൽ അനന്തകാലസേ, അനന്തകാലമായി അനന്ത ദിശാവുമേ തുമാരെ സാത്ത് സാത്ത് ചൽത്തി ആ രഹി ഹൂം, ചൽത്തി ചലി ജാവുങ്കി. അപ്പോൾ അനന്തകാലസേ അനന്ത ദിശാവുമേ, അനന്തകാലമായി എന്ന് തുടങ്ങിയ ബന്ധമാണെന്നറിയില്ല. അനന്ത ദിശാവുമേ, അതിൻ്റെ ദിശകൾ എങ്ങോട്ടാണെന്നറിയില്ല. ആ റിലേഷൻ്റെ വ്യാപ്തി, ഡെപ്ത്, അതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. और समय और ദിശാവും കി സീമാഹീന് പകിടണ്ടി, സീമകളില്ലാത്ത അതിരുകളില്ലാത്ത പകിടണ്ടി, വഴികളിൽ, സമയത്തിൻ്റെയോ കാലത്തിൻ്റെയോ അതിരുകളില്ലാത്ത വഴികളിൽ പരസ്പരം ബന്ധിക്കപ്പെട്ട രണ്ടുപേരാണ് ഞങ്ങൾ. അന്യോന്യം ശക്തികളായി മാറിയവരാണ്, പരസ്പരം താങ്ങും തണലുമായവരാണ്, മനസ്സുകൊണ്ട് അടുത്തവരാണ്. കണ്ണൻ്റെ ദിഗ്വധുവും കാലവധുവും ഒക്കെയാണ് ഞാൻ. ആ ഞാൻ എങ്ങനെയാണ് സീമാമേ ബന്ധി, കണ്ണൻ്റെ ആ അതിരിൽ കെട്ടപ്പെട്ടു പോയവൾ എന്ന് വിളിക്കുന്നത്? കാരണം ഞങ്ങളെ അതിരുകളില്ലാത്തവരാണ്, ഞങ്ങൾക്കേ അതിരുകളില്ല. സമയമോ ദിശയോ കാലമോ അങ്ങനെ ഒന്നിനും ഞങ്ങളെ ബന്ധിക്കാൻ കഴിയില്ല. അനന്തകാലമായി കണ്ണനും ഞാനും പരസ്പരം കെട്ടപ്പെട്ടു പോയവരാണ്. മനസ്സേ ജുഡി ഹെ, മനസ്സുകൊണ്ടടുത്തു പോയവരാണ്. അവർ അനന്തകാലസേ അനന്ത ദിശാവുമേ തുമാരെ സാത്ത് സാത്ത് ചൽത്തി ആ രഹി ഹൂം, പരസ്പരം ഒന്നിച്ച് ഒരു മനസ്സായി മുന്നോട്ട് പോകുന്നവരാണ്. ചൽത്തി ജലി ജാവുങ്കി, ഈ റിലേഷൻ ഇനിയും അങ്ങനെ തന്നെ ചൽത്തി ജലി ജാവുങ്കി, തുടർന്നു കൊണ്ടിരിക്കുകയും ചെയ്യും. പർ ജബ് മുझे ചേത് ഹുവാ तो അപ്പോൾ ആദ്യം രാധ ചിന്തിക്കുന്നു കൃഷ്ണനെ മുझे सीमा में बांध रखा है, अगले ही क्षण वो सोचती है कि वो संभव नहीं है क्योंकि हमारे बीच कोई सीमा नहीं है, क्योंकि मैं तो कृष्ण के दिग्वधु है, कालवधु है. समय दिशा काल आदि के बंधन में कोई हमें बांधा नहीं सकता. अनंत काल से मैं ही कृष्ण की सखी हूँ, हमारा जो संबंध है वो मन से जुड़ी हुई है. और यह जो बंधन है वो अनंत काल से अनंत दिशाओं में परिव्याप्त है. समय और दिशाओं की जो रास्ता है, पगडंडी है, वो सीमाहीन पगडंडी है. उस पर हम एक दूसरे से जुड़कर चलती आ रही हूँ और यह संबंध जो है वो आगे भी चलती ही चली जाऊँगी. ഞങ്ങളുടെ ഈ ബന്ധം തുടർന്നും ഇങ്ങനെ തന്നെ നീങ്ങും. അപ്പോൾ അവിടെ രാധ അടുത്ത ഫൈൻഡിങ്ങിലേക്ക് എത്തുകയാണ്. എന്താണ് ആ ഫൈൻഡിങ് നോക്കാം. इस यात्रा का आदि ना तो तुम्हें स्मरण है ना मुझे, നമ്മൾ ഒരുമിച്ചുള്ള ഈ യാത്ര, അതിൻ്റെ ആദി, അതിൻ്റെ തുടക്കം, നാ തോ തുമേ സ്മരണ ഹേ നാ മുझे, നമ്മൾ തമ്മിൽ ഒരുമിച്ച് തുടങ്ങിയ ഈ യാത്രയുടെ ആദി, ആരംഭം, അത് എവിടെ നിന്നായിരുന്നെന്ന് നിനക്കും ഓർമ്മയില്ല, മുझे भी याद नहीं है, എനിക്കും ഓർമ്മയില്ല. और अंत तो इस यात्रा का है ही नहीं, ഇനി ആ യാത്രയുടെ അവസാനം, നമ്മൾ ഒരുമിച്ചുള്ള ഈ സ്നേഹബന്ധത്തിൻ്റെ ഒരുമിച്ചുള്ള ഈ യാത്രയുടെ അവസാനം ഹേ ഹി നഹീം, അവസാനം എന്നൊന്നില്ല തന്നെ. അതായത് ഈ യാത്ര, നമ്മൾ ഒന്നിച്ചുള്ള ഈ യാത്ര എന്ന് തുടങ്ങിയെന്ന് നിനക്കും അറിയില്ല, എനിക്കും അറിയില്ല.
ഇനി ഈ യാത്രയ്ക്ക് ഒരു അവസാനം എന്ന് പറയുന്നത് സംഭവ്യവുമല്ല. എന്ന് പറഞ്ഞാൽ ഒരിക്കലും അവസാനിക്കാത്ത ഒരു ബന്ധമാണ് നമ്മൾ തമ്മിലുള്ളത്. മേരേ സഹയാത്രി. അപ്പോൾ അടുത്ത കണ്ടുപിടുത്തം അതാണ്. കണ്ണൻ രാധയ്ക്ക് ആരാണ് എന്നത് അടുത്തതായി രാധ കണ്ടെത്തുന്നത് എന്താണ്? കണ്ണൻ മേരേ സഹയാത്രി ഹേ. ഹേ സഹയാത്രി മേരേ സാത്ത് ചലനെ വാല, എൻ്റെ ഒപ്പം നടക്കുന്നവനെ എന്നാണ്. അതായത് കാലത്തിനും സമയത്തിനും ദിശയ്ക്കും ഒക്കെയായി അതീതമായി, ആ ബന്ധനങ്ങൾക്കൊക്കെ അതീതമായി അനന്തകാലമായി എനിക്കൊപ്പം സഞ്ചരിക്കുന്നവനെ. ഈ ബന്ധം അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചുള്ള ഈ യാത്ര എന്ന് തുടങ്ങിയെന്ന് എനിക്കോ നിനക്കോ നിർവചിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ യാത്രയ്ക്ക് ഒരിക്കലും ഒരു അവസാനവുമില്ല. അതുകൊണ്ട് തന്നെ എനിക്കൊപ്പം സഞ്ചരിക്കുന്ന നീ എൻ്റെ സഹയാത്രികനാണ്. അപ്പോൾ ഇവിടെ കണ്ടെത്തുന്നത് കണ്ണൻ എൻ്റെ സഹയാത്രികൻ എന്നാണ്. तो राधा कह रही है क्या कह रही है कि राधा कृष्ण के दिग्वधु यानी कालवधु है, और ये तो सब जगह व्याप्त है. इसकी समय दिशा काल आदि के बंधन में इसे बांधा नहीं जा सकता, और अनंत काल से राधा ही कृष्ण की सखी है, और उन दोनों का जो संबंध है वो मन से जुड़ी हुई है, वे एक दूसरे से जुड़ी हुई है, और दोनों की जो यात्रा है उसका आरंभ कब हुआ है इसके बारे में ना राधा को पता है ना कृष्ण को पता है, और इसका अंत कब हो जाएगा उसका अंत ही नहीं है. इसका अंत ही नहीं है. इन दोनों के बीच जो संबंध है, दोनों मिलकर जो रास्ते से जो दोनों मिलकर जो यात्रा चल रहे हैं, जो यात्रा कर रहे हैं दोनों मिलकर, और इस यात्रा का कोई अंत ही नहीं है मेरे सहयात्री. हम दोनों का जो संबंध है और हम दोनों मिलकर जो यात्रा कर रहे हैं उसका कोई अंत ही नहीं है मेरे सहयात्री. അപ്പോൾ ഇവിടെ രാധ കണ്ടെത്തുന്നത് കണ്ണൻ രാധയുടെ സഹയാത്രികൻ എന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ഓരോന്നായിട്ട് നമ്മളത് മനസ്സിൽ വെക്കണം. ആദ്യം എൻ്റെ അന്തരംഗ മിത്ര എന്ന് പറഞ്ഞിരുന്നു, പിന്നെ രക്ഷക് ഹേ, और मेरा लक्ष्य है എന്ന് പറയുന്നുണ്ട്, സഹോദര ഹേ, ബന്ധു ഹേ എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ കണ്ണൻ്റെ എന്ത് പറയുന്നുണ്ട്? ശിശു അല്ലേ, തൻ്റെ കുഞ്ഞായിട്ട് പറയുന്നുണ്ട്. കണ്ണൻ തൻ്റെ ശിശു ഹേ എന്ന് പറയുന്നുണ്ട്. അതുകൂടാതെ പിന്നീട് വരുന്ന വരികളിൽ പറയുന്നുണ്ട് എന്താണ്? തൻ്റെ ശക്തി ആവാഹിച്ച് ലീലകൾ ആടുന്നവനാണ് കണ്ണൻ എന്ന് പറഞ്ഞു. മേരി ശക്തി കോ ലേക്കർ ലീലായേം കർണേ വാല പ്രഭു ഹേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അതും കഴിഞ്ഞിട്ട് ഇപ്പോൾ പറയുന്നത് എന്നെ ഒരു സീമയിൽ, ഒരു അതിരിൽ എന്നെ ബന്ധിച്ചവനാണ് എന്ന് രാധ പറഞ്ഞ ശേഷം രാധ തന്നെ അത് തിരുത്തുന്നു. ഓ സംഭവഹി നഹി ഹേ, അങ്ങനെ സംഭവിക്കാൻ ഒരു സാധ്യതയില്ല. ക്യൂങ്കി ഞങ്ങൾ തമ്മിലുള്ള ആ റിലേഷൻ എന്ന് പറയുന്നത് അനന്ത് കാല സേ സമയ ദിശ കാല ആദി के बंधन में हमें कोई बांधा नहीं जा सकता. अनंत काल से हम एक दूसरे से जुड़े हुए हैं. मैं ही कृष्ण की सखी हूँ, और हमारा जो संबंध है वो मन का संबंध है, इसलिए कृष्ण मेरा സഹയാത്രി है. അതുകൊണ്ട് തന്നെ കണ്ണൻ എൻ്റെ സഹയാത്രികനാണ് എന്നാണ് രാധ അവിടെ കൺക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ തൽക്കാലം അത്രയും നിർത്താം.